എന്തുകൊണ്ടാണ് സിയോൺ അക്കാഡമി ചേരാമെന്ന് തീരുമാനിക്കാനുള്ള റീസൺ എന്താണ്? ഞാൻ കുറേ അക്കാഡമീസ് നോക്കി അവരെല്ലാവർക്കും വിളിച്ചു. അതുപോലെ കുറേ ഡെമോ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് കൂടുതൽ പെട്ടെന്ന് മറുപടി കിട്ടിയിരുന്നത് സിയോൺ അക്കാഡമിയിൽ നിന്നായിരുന്നു. പക്ഷെ സിയോൺ അക്കാഡമിയിലെ ഡെമോ ഞാൻ അറ്റൻഡ് ചെയ്തത് 1 മണിക്കൂറിന് മീതെയാണ്. കാരണം അവരെല്ലാം അവരുടേതായിട്ടുള്ള എല്ലാ മൊഡ്യൂൾസ് ആയാലും എല്ലാം കവർ ചെയ്തു. ഇന്നതുപോലെയാണ് പഠിപ്പിക്കുന്നതെന്നും എല്ലാം നമുക്ക് കറക്റ്റായി മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ട്യൂട്ടേഴ്സ് ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് സപ്പോർട്ടീവ് ആണ്. എല്ലാവരും ഫ്രണ്ട്ലി ക്ലാസ്സസ് ആണ്. എല്ലാതും ഭയങ്കരമായിട്ട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാനും പറ്റി. അവർക്ക് പറഞ്ഞു തരുന്നതിനും ഒരു കുഴപ്പമുണ്ടായില്ല. പ്രൊജക്ട് ഉണ്ടായിരുന്നു നമുക്ക്, അതുപോലെ സെമിനാർ ഉണ്ടായിരുന്നു. അത് ചെയ്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. നാളെ നമുക്ക് എവിടെയെങ്കിലും പോയി ഇത്ര ആൾക്കാരെ കാണുമ്പോൾ ഒരു ഫിയർ നമുക്ക് മാറിക്കിട്ടും. പിന്നെ അതുപോലെ മോക്ക് ഇന്റർവ്യൂസും അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഫുള്ളി കോൺഫിഡന്റ് ആണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഇന്റർവ്യൂ ചെയ്തു അല്ലേ? അതൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നു? ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫൈനലൈസ് ചെയ്ത ഇപ്പോൾ 4 അക്കാഡമിയിലെ ഏറ്റവും കുറവ് ഫീസ് ഇവിടെയായിരുന്നു. പക്ഷെ ഒരേ മൊഡ്യൂൾസ് തന്നെയായിരുന്നു. അതായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് കൂടുതൽ ഫീസ് മേടിക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്ന അതെല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ലിൻഷ എങ്ങനെയാണ് സിയോൺ അക്കാഡമി റെക്കമെൻഡ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി.